ക്വസ്റ്റ്യൻ നോക്കിയേ, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ടാക്സുമായി ബന്ധപ്പെട്ട ടേംസും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് നോക്കിയാൽ ടാക്സ് പ്ലാനിങ്ങും ടാക്സ് അവോയ്ഡൻസും ടാക്സ് എവേഷനും ടാക്സ് മാനേജ്മെൻറ്റുമാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. എന്താണ് ഈ ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ? ഈ ടാക്സ് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. ദ പ്രൊവിഷൻസ് റെഡ്യൂസ് ടാക്സ് ലയബിലിറ്റി ബൈ ടേക്കിംഗ് ഫുൾ അഡ്വാൻറ്റേജ് ദ പ്രൊവിഷൻസ് ഓഫ് ആക്ടിൻ്റെ ഓരോ പ്രിസ്ക്രൈബ്ഡ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ പ്രൊവിഷൻസ് പ്രകാരം നമ്മൾ ഫുൾ അഡ്വാൻറ്റേജ് ഫോളോ ചെയ്ത് ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടാക്സ് പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് വരുന്നത് ഏതാണ്? ഡി ആണ് വരുന്നത്. ദെൻ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ ലൂപ്പ് ഹോൾസിന്റെ വെച്ചോണ്ട് ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വരുന്നത് ഏതാണ്? ഇതാണ് 2 വരുന്നത്. അടുത്ത ടാക്സ് എവേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ മനഃപൂർവ്വം ഡെലിബറേറ്റ് ആയിട്ട് നമ്മുടെ ഉള്ള ഇൻകത്തെ നമ്മൾ റെഡ്യൂസ് ചെയ്ത് കാണിച്ച് കബളിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് എന്തെന്ന് പറയുന്നത്? ടാക്സ് എവേഷൻ എന്ന് പറയുന്നത്. ദെൻ ടാക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കറക്റ്റ് ആയിട്ട് പ്രിസ്ക്രൈബ്ഡ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അനുസരിച്ചിട്ട് ആക്ടിവിറ്റീസ് എല്ലാം ക്യാരിഡ് ഔട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ ഒന്ന് നമ്മുടെ ടാക്സ് പ്ലാനിങ് വരുന്ന ഡി ആണ് വരുന്നത്. റെഡ്യൂസ് ടാക്സ് ലയബിലിറ്റി 1 ഡി വരുന്നത്, എയും സിയും ആണ് വരുന്നത്. ദെൻ 2 ടാക്സ് അവോയ്ഡൻസ് വരുന്ന ഏതാണ്? ബി ആണ്. 2 ബി ആണ് വരുന്നത്. ദെൻ 3 ടാക്സ് എവേഷൻ എന്ന് പറയുന്നത് സി ആണ് വരുന്നത്. ദെൻ ടാക്സ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് എ ആണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത് നോക്കി, ദ റേറ്റ് ഓഫ് ടാക്സേഷൻ ദാറ്റ് ഡസ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് റിച്ച് ആൻഡ് പുവർ ഈസ് നോൺ ആസ്. അതായത് ഏത് ടാക്സ് റേറ്റ് ആണ് റിച്ച് എന്ന് പറയുന്ന ആള് അല്ലെങ്കിൽ പുവർ എന്ന് പറയുന്ന ആൾക്കാരുടെ വേർതിരിവ് കാണിക്കാത്ത, ഡസ് നോട്ട് ഡിസ്ക്രിമിനേറ്റ് കാണിക്കാത്ത റേറ്റ് ഓഫ് ടാക്സേഷൻ പറയുന്ന പേരെന്താണെന്ന്? ഓപ്ഷൻ എ സ്ലാബ് റേറ്റ്, ബി മാർജിനൽ റേറ്റ്, സി ഫ്ലാറ്റ് റേറ്റ്, ഡി നൺ ഓഫ് ദ എബോ. അപ്പോൾ എന്താണ് ഈ സ്ലാബ് റേറ്റ് നോക്കിയേ? സ്ലാബ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഹൈ റേറ്റ് ഫോർ ഹയർ ഇൻകം ഉള്ള ആൾക്കാർക്ക് ഹയർ ഇൻകം, ലോ ഇൻകം ഉള്ള ആൾക്കാർക്ക് ലോ ഇൻകം. അപ്പോൾ അവിടെ തന്നെ എന്ത് കാണിക്കുന്നുണ്ട്? റിച്ച് എന്നോ അല്ലെ ഹയർ ഇൻകം ലോ ഇൻകം എന്നുള്ള ഒരു വേർതിരിവ് കാണിക്കുന്നുണ്ട്. ഇനി മാർജിനൽ റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? നെക്സ്റ്റ് യൂണിറ്റ് ഓഫ് ഇൻകം ഇൻ പ്രോഗ്രസീവ് സിസ്റ്റം ആണ്. അത് വേരി ബൈ ഇൻകം. അതും അവിടെ എന്താണ്? ഇൻകത്തിന്റെ ലെവൽ വേരി ചെയ്യുന്നതിനനുസരിച്ചിട്ടാണ് യൂണിറ്റ് ഓഫ് പ്രോഗ്രസീവ് സിസ്റ്റം പറയുന്നത്. ദെൻ ഫ്ലാറ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാ ടാക്സ് പേയറിനും, ടാക്സ് കൊടുക്കുന്ന എല്ലാ ആൾക്കാർക്കും യൂണിഫോം റേറ്റ് ആയിരിക്കും. അവിടെ റിച്ച് എന്നോ പുവർ എന്നോ ഒരു വേർതിരിവില്ല. എല്ലാ ആൾക്കാർക്കും എന്താണ്? ഒരേ റേറ്റിലാണ് കൊടുക്കുന്നത്, ഒരേ റേറ്റ് ആണ് വരുന്നതെങ്കിൽ അതെന്താണ്? അത് ഫ്ലാറ്റ് റേറ്റ് ആണ് വരുന്നത്. സ്ലാബ് റേറ്റ് എന്ന് പറയുമ്പോൾ ഹൈ ഇൻകത്തിന് ഹൈ റേറ്റ്, ലോ ഇൻകത്തിന് ലോ റേറ്റുമാണ്. അവിടെ ഡിസ്ക്രിമിനേഷൻ കാണിക്കുന്നുണ്ട്. ഡിസ്ക്രിമിനേഷൻ കാണിക്കാത്തത് എവിടെ മാത്രമേ ഉള്ളൂ? ഫ്ലാറ്റ് റേറ്റിൽ മാത്രമാണ് വരുന്നത്. 56ന്റെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്ത് നോക്കി 57ന്റെ എ ഫോം ഇഷ്യൂഡ് ഫോർ TDS ഓൺ സാലറിക്ക് വേണ്ടിയുള്ള ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്. TDSന് വേണ്ടിയുള്ള ഫോം ഏതാണെന്നാണ്? ഫോം 16, ബി പറഞ്ഞ ഫോം 16A, സി ഫോം 12BA, ഡി പറഞ്ഞിരിക്കുന്ന ഫോം 10A എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താ നോക്കിയേ? ഫോം 60 എന്ന് പറയുന്നത് എന്താണ്? സർട്ടിഫിക്കറ്റ് ഇഷ്യൂഡ് ബൈ ആൻ എംപ്ലോയർ ടു എംപ്ലോയിക്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ആണ്. എപ്പോൾ കൊടുക്കുന്നതാണ്? TDS, അവരുടെ സാലറിയിൽ നിന്ന് TDS റെഡ്യൂസ് ചെയ്യുന്ന സമയത്ത് കൊടുക്കുന്ന ഫോം ആണ് എന്ന് പറയുന്നത് ഫോം 60 എന്ന് പറയുന്നത്. ഇനി 16A എന്ന് പറഞ്ഞാൽ എന്താണ്? TDS ഓൺ ഇൻകം അതർ ദാൻ സാലറിയിൽ നിന്നും TDS കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ വരുന്ന ഫോമാണ് 16A. അതായത് ഇൻട്രസ്റ്റ്, പ്രൊഫഷണൽ ഫീ, റെന്റ് ഒക്കെ വരുന്നത്. ഇനി 12BA എന്ന് പറഞ്ഞാൽ പെർക്വിസിസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻ ലീ ഓഫ് സാലറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോമാണ് 12BA എന്ന് പറയുന്നത്. ഫോം 10A എന്ന് പറഞ്ഞാൽ രജിസ്ട്രേഷൻ ഓഫ് ചാരിറ്റബിൾ ഓർ റിലീജിയസ് ട്രസ്റ്റ്, ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെയോ റിലീജിയസ് ട്രസ്റ്റിൻ്റെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോമാണ് എന്ന് പറഞ്ഞാൽ 10A എന്ന് പറയും. അപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോം ഏതാണ്? ഫോം 60 ആണ്. 16A എന്ന് പറയുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സസും, ഇത് 12BA എന്ന് പറയുന്നത് എന്താണ്? പെർക്വിസിസ്റ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് ഇൻ ലീവ് ആണ് വരുന്നത്. ഫോം 10A എന്ന് പറയുന്നത് ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ റിലീജിയസ് ട്രസ്റ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ സാലറിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഫോം എന്ന് പറയുന്നത് TDSന്റെ ഫോം എന്ന് പറഞ്ഞാൽ ഏതാണ്? 16 ആണ് വരുന്നത്.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഐഡന്റിഫൈ ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. തന്നിട്ടുള്ളതിന് കറക്റ്റായുള്ള സ്റ്റേറ്റ്മെന്റ് ഐഡന്റിഫൈ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്ന്, ദ കറക്റ്റ് സീക്വൻസ് ഓഫ് കസ്റ്റമർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. കസ്റ്റമറിന്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിന്റെ കറക്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് ഏതാണോ? ആദ്യം ഓൾട്ടർനേറ്റീവ്സ് ഐഡന്റിഫൈ ചെയ്യും, ദെൻ അൺസാറ്റിസ്ഫൈഡ് നീഡ് റെക്കഗ്നൈസ് ചെയ്യും, പർച്ചേസ് ഡിസിഷൻ എടുക്കും, ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യും എന്നാണ് നമുക്ക് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തന്നേക്കുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഒരു കൺസ്യൂമർ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ആണ് ആറ്റിറ്റ്യൂഡ്, ബിലീഫ്, പെർസെപ്ഷൻ. അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ അടുത്ത കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസ്യൂമർ എങ്ങനത്തെ ഗുഡ്സ് വാങ്ങണം, എപ്പോൾ വാങ്ങണം, എവിടെ നിന്ന് വാങ്ങണം, എത്ര മാത്രം ഗുഡ്സ് ആൻഡ് സർവീസുകളൊക്കെ വാങ്ങണം എന്നതിനെ പറ്റിയുള്ള സ്റ്റഡിയാണ് എന്തെന്ന് പറയുന്നത് കൺസ്യൂമർ ബിഹേവിയർ എന്ന് പറയുന്നത്. ഈ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. എന്നാൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് തെറ്റെന്ന് പറയുന്നത്. കാരണം ആ ഒരു പർച്ചേസിങ് ഡിസിഷൻ്റെ സ്റ്റേജ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കറക്റ്റ് ഓർഡറിലല്ല. കറക്റ്റ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? ആദ്യം നമ്മൾ എന്ത് ഐഡന്റിഫൈ ചെയ്യണം? നമ്മുടെ റെക്കഗ്നീഷൻ അല്ലെങ്കിൽ അൺസാറ്റിസ്ഫൈഡ് നീഡ്സ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോബ്ലം എന്താണ്, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഐഡന്റിഫൈ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇൻഫർമേഷൻസ് സെലക്ട് ചെയ്യണം, ദെൻ ഓൾട്ടർനേറ്റീവ്സ് ഇവാലുവേറ്റ് ചെയ്യണം, പർച്ചേസ് ഡിസിഷൻ എടുക്കണം. അത് കഴിഞ്ഞിട്ടാണ് ഏത് വരുന്നത്? പോസ്റ്റ് പർച്ചേസ് ഇവാലുവേഷൻസ് വരുന്നത്. അപ്പം അതെന്താണ്? തെറ്റായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്ന കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ 2ഉം 3ഉമാണ് കറക്റ്റായിട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ്. ഏതാണ്? ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഏതാണ്? ഓപ്ഷൻ ബി. അടുത്ത് നോക്കിയേ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ റോങ്? റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നോക്കിയേ, ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത് കമ്പനിയും submitted to audit assistance during the conduct of audit. ഓഡിറ്റ് പ്രോഗ്രാം കമ്പനി പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ഓഡിറ്റ് അസിസ്റ്റന്റ് സബ്മിറ്റ് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ ഒരു അൺക്ലിയർഡ് ക്വറീസ് ആണ്. നോട്ടഡ് ബൈ ഓഡിറ്റ് സ്റ്റാഫ് ആണ് അത് ചെയ്യുന്നത്. കമ്പനീസിന്റെ ക്ലാരിഫിക്കേഷൻ സമയത്ത് എന്തെങ്കിലും ക്വറീസ്, അൺക്ലിയർ ആയിട്ടുള്ള ക്വറീസ് ഉണ്ടെങ്കിൽ അത് നോട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഓഡിറ്റ് നോട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ അടുത്ത റീസണബിൾ പീരീഡ് ഓഫ് ടൈമിൽ ഓഡിറ്റേഴ്സിന് പ്രിസർവ് ചെയ്ത് വെക്കും. അടുത്ത ടൈമിൽ കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യാൻ വേണ്ടി അതെല്ലാം പ്രോപ്പറായിട്ട് ഫയൽ ചെയ്യുന്നതാണ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം, ഈ ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഓഡിറ്റേഴ്സിന് വേണ്ടിയുള്ള റോഡ് മാപ്പ് ആണ് എന്തെന്ന് പറയുന്നത് ഓഡിറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ഓഡിറ്ററോ അല്ലെങ്കിൽ ഓഡിറ്റ് ഫേമോ ആയിരിക്കും. ആരല്ല? കമ്പനി അല്ല എന്നോർക്കുക. അടുത്തത് ഓഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെ ഓഡിറ്റ് കൊറി ഷീറ്റ് എന്നോ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്നോ പറയും. ഓഡിറ്റേഴ്സ് ചെക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഒബ്സർവേഷൻസും ഡിസ്ക്രീപ്പൻസിയും എന്തെങ്കിലും മിസ്മാച്ച് വല്ലതും വരുവാണെങ്കിൽ അതും അതിന് എന്തെങ്കിലും ഡൗട്ട്സുകൾ വല്ലതും വരുവാണെന്നുണ്ടെങ്കിൽ ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടി റെക്കോർഡ് ചെയ്യുന്നതാണ് ഓഡിറ്റ് നോട്ട് എന്ന് പറയുന്നത്. ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഡിറ്റേഴ്സിൻ്റെ വർക്ക്സും ഫൈൻഡിങ്സും റെക്കോർഡ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എന്ന് പറയുന്നത് ഓഡിറ്റ് വർക്കിംഗ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പം ഇതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ്? ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്. അത് ആരല്ല പ്രിപ്പയർ ചെയ്യുന്നത്? കമ്പനീസ് അല്ല പ്രിപ്പയർ ചെയ്യുന്നത്. പകരം ആരാണ്? ഓഡിറ്ററോ ഓഡിറ്റ് ടീമോ ആയിരിക്കും പ്രിപ്പയർ ചെയ്യുന്നത്. ആരല്ല? കമ്പനീസ് അല്ല പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? നമ്മുടെ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇത് മാത്രം, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമായിരിക്കും എന്തെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ, വിച്ച് ഓപ്ഷൻ ഫ്രം ദ കമ്പനി ഇൻഫോ മെനു ഈ സെലക്ടഡ് ടു ക്രിയേറ്റ് ന്യൂ കമ്പനി ഇൻ ടാലി? നമ്മുടെ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ടാലിക്കകത്ത് വരുന്ന ടാലിയിൽ നമ്മൾ കമ്പനി ഇൻഫോ മെനുവിൽ നിന്ന് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഏത് ഓപ്ഷൻസ് ആണ് ചൂസ് ചെയ്യുന്നതെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് കമ്പനി ക്രിയേറ്റ് കമ്പനി, ക്രിയേറ്റ് ന്യൂ കമ്പനി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനി ക്രിയേഷൻ സ്ക്രീൻ ഉണ്ട്. അത് നമ്മൾ ഒന്നി കമ്പനി ഇൻഫോ മെനു എടുക്കുക, അതിൽ നിന്നും അത് ഒന്നി കമ്പനി ഇൻഫോ മെനു എടുക്കുക, അല്ലെങ്കിൽ Alt+F3 എന്ന് പറയുന്ന ഷോർട്ട് കീസ് യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഒരു കുറച്ച് ഓപ്ഷൻസ് വരും. ആ ഓപ്ഷൻസിനകത്ത് ഒന്ന് പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാനൊരു ഓപ്ഷൻസ് കാണും, എക്സിസ്റ്റിംഗ് കമ്പനീസ് സെലക്ട് ചെയ്യാനൊരു ഓപ്ഷൻസ് കാണും, ഓൾറെഡി ഉള്ള കമ്പനീസിനെ ഓൾട്ടർ ചെയ്യാനുള്ള ഡീറ്റെയിൽസ് എല്ലാം കാണും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വേണ്ടത് പുതിയൊരു കമ്പനിയുടെ ക്രിയേഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ഏത് വേണം എടുക്കാൻ? സെലക്ട്
ന്യൂ കമ്പനി എന്നൊരു ഓപ്ഷൻസ് വേണം എടുക്കാൻ. എന്നിട്ട് അതിനകത്ത് കമ്പനിയുടെ പേരും അഡ്രസ്സും ഫിനാൻഷ്യൽ ഇയറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ടാലിക്കകത്ത് കമ്പനി ഇൻഫോ മെനുവിൽ നിന്നും പുതിയൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കേണ്ടത് ഏതാണ്, ക്രിയേറ്റ് കമ്പനി എന്നൊരു ഓപ്ഷൻസ് വേണം എടുക്കാൻ. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ്, ബി ആണ് വരുന്നത്. അടുത്ത ടാലിയുടെ ഹോം സ്ക്രീൻ, ടാലി ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്താണ് ആ ടാലിയുടെ ഹോം സ്ക്രീന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. ഒന്ന് മെനു ബാർ, ഓപ്ഷൻ ബി ഗേറ്റ് വേ ഓഫ് ടാലി, ഓപ്ഷൻ സി അക്കൗണ്ട്സ് ഇൻഫോ, ഓപ്ഷൻ ഡി ബട്ടൺ ടൂൾ ബാർ. ഈ ടാലിയുടെ ഹോം സ്ക്രീന് പറയുന്ന പേരെന്താണ്, ഗേറ്റ് വേ ഓഫ് ടാലി എന്നാണ് പറയുന്നത്. അവിടെ അതാണ് ആ ടാലിയുടെ ഹോം സ്ക്രീൻ. അവിടെ നിന്ന് നമ്മൾ കീബോർഡിനകത്ത് എസ്കേപ്പ് കീ പ്രസ് ചെയ്താണ് നമ്മൾ ഓരോരോ സ്റ്റേജിലേക്ക് അല്ലെങ്കിൽ ഓരോരോ പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകുന്നത്. എന്നിട്ട് തിരിച്ചു വരണമെന്നുണ്ടെങ്കിലും ഈ കീബോർഡിനകത്ത് എസ്കേപ്പ് കീ നമ്മൾ എൻറ്റർ ചെയ്തിട്ടാണ് നമ്മൾ ഏത് വരുന്നത്, ഈ ഹോം സ്ക്രീനാണ് ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വരുന്നത്. അപ്പോൾ ടാലിയുടെ ഹോം സ്ക്രീന് പറയുന്ന പേരെന്താണ്, ഗേറ്റ് വേ ഓഫ് ടാലി എന്നാണ് പറയുന്നത്. ഇനി ടാലി പ്രൈമിനകത്ത്, ടാലി ERP9 ഉണ്ട്, ടാലി പ്രൈമും ആണ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ടാലി പ്രൈമിൻ്റെ നകത്ത് വരുന്ന ബാച്ച് വൈസ് ഡീറ്റെയിൽസ് ഉണ്ട്. അതിൻ്റെ ബേസിക് പർപ്പസ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ബാച്ച് വൈസ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻവെൻട്രി മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അപ്പോൾ ടാലിയിൽ 18 വൗച്ചറുണ്ട്, 10 എണ്ണം അക്കൗണ്ടിങ് വൗച്ചറും 8 എണ്ണം ഇൻവെൻട്രി വൗച്ചറുമാണ്. അപ്പോൾ ആ ഇൻവെൻട്രിയുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ബാച്ച് ഡീറ്റെയിൽസ് എന്ന് പറയും. ഈ ബാച്ച് ഡീറ്റെയിൽസിനകത്ത് സ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ബാച്ച് നമ്പർ, മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി ഡേറ്റ് ഒക്കെ കാണിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് ബാച്ച് ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏതെങ്കിലും സ്റ്റോക്ക് ഗോഡൗണിൽ നിന്ന് മറ്റൊരു ഗോഡൗണിലേക്ക് പോയിട്ടുണ്ട്, അതുപോലെ എത്ര ക്വാണ്ടിറ്റീസ് വിറ്റിട്ടുണ്ട്, ഏതെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഗുഡ്സ് ഉണ്ടോ, ഇതൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഫംഗ്ഷൻ ആണ് എന്ന് പറയുന്നത് ബാച്ച് വൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ബാച്ച് വൈസിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ സ്റ്റോക്കിൻ്റെ എക്സ്പയറി ഡേറ്റും മാനുഫാക്ചറിങ് ഡീറ്റെയിൽസും ഒക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടി ടാലി ERP9 അല്ലെങ്കിൽ ടാലി പ്രൈമിനകത്ത് യൂസ് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് ബാച്ച് വൈസ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ബി ആണ് വരുന്നത്. അടുത്ത് നോക്കിയേ, ഇഫ് ദ ടൈം അലോട്ടഡ് ഫോർ എ ജോബ് ഈസ് 20 hours ആൻഡ് നോർമൽ വേജ് റേറ്റ് ഈസ് ₹50, അതായത് ഒരു ജോബ് ചെയ്യാൻ അലോട്ട് ചെയ്തിട്ടുള്ള ടൈം എന്ന് പറയുന്നത് 20 മണിക്കൂറും അതിൻ്റെ നോർമൽ വേജ് റേറ്റ് എന്ന് പറയുന്നത് 50 ആണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഏർണിംഗ് ഓഫ് എ വർക്കർ ഇൻ കംപ്ലീറ്റ് 60 മിനിറ്റ്, 16 മിനിറ്റിൽ 16 hours, 16 അവർ കൊണ്ട് ഒരു ജോബ് കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ വർക്കറിന് കിട്ടുന്ന ടോട്ടൽ ഏർണിങ്സ് കണ്ടുപിടിക്കാൻ ഏത് മെത്തേഡ് യൂസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, ഹാസ്ലി പ്ലാൻ മെത്തേഡ്സ് വെച്ച് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഹാസ്ലി പ്ലാൻ പ്രകാരം ഒരു വർക്കറിൻ്റെ ടോട്ടൽ ഏർണിങ്സ് കാണുന്ന ഇക്വേഷൻസ് എന്താണ്, ടൈം ടേക്കൺ ഇൻറ്റു ടൈം റേറ്റ് പ്ലസ് 1/2 അല്ലെങ്കിൽ 50% ടൈം സേവ്ഡ് ഇൻറ്റു ടൈം റേറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ അയാൾ ആക്ച്വൽ എത്ര അവർ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതാണ് ടൈം ടേക്കൺ. ഇനി ടൈം റേറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ അവർലി വേജസ് ആണ് വരുന്നത്. ടൈം സേവ്ഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടൈം അല്ലെങ്കിൽ ടൈം അലൗഡും ടൈം ടേക്കണും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, ടൈം ടേക്കൺ ടോട്ടൽ ഏർണിങ്സ് കാണാൻ വേണ്ടി ടൈം ടേക്കൺ ഇൻറ്റു എന്ത് ഇൻറ്റു ചെയ്യണം, ടൈമിൻ്റെ റേറ്റ് കൊണ്ട്, ടൈം റേറ്റ് 1/2 അല്ലെങ്കിൽ 50% എടുക്കുക ഇൻറ്റു പ്ലസ് 50% ടൈം സേവ്ഡ് ഇൻറ്റു ടൈം റേറ്റ് കൊണ്ട് എന്ത് ചെയ്യണം, ഇൻറ്റു ചെയ്യണം. ഇതിൽ എന്ത് നമ്മൾ കണ്ടുപിടിക്കണം, എത്ര ടൈം അയാൾ സേവ് ചെയ്തു, അതായത് ടൈം സേവ്ഡ് നമ്മൾ കണ്ടുപിടിക്കണം. ടൈം സേവ്ഡ് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ എങ്ങനെയാണ്, ടോട്ടൽ ടൈം അലൗഡ്, അയാൾക്ക് മൊത്തം അയാൾ എത്ര ടൈം അലോട്ട് ചെയ്തിട്ടുണ്ട്, അയാൾ അതിൽ എത്ര ടൈം എടുത്തിട്ടുണ്ട്. മൊത്തം അയാൾക്ക് 20 hour ആണുള്ളത്, അതിൽ 16 hour അയാൾ വർക്ക് ചെയ്തു. അപ്പോൾ അയാൾ സേവ് ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ എത്രയാണ്, 4 hour ആണ്.
അപ്പം ടൈം ടേക്കൺ, ആ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അയാളുടെ ടൈം എന്ന് പറയുന്നത് എത്രയാണ്? 16 ഇൻറ്റു ടൈം റേറ്റ്, അയാൾക്ക് കിട്ടുന്ന ഒരു ഇത്ര മണിക്കൂർ വർക്ക് ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന സാലറി എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? നോർമലി വേജ് അവർ എന്ന് പറയുന്നത് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 50 ആണ് പറഞ്ഞിരിക്കുന്നത്. 50 പ്ലസ് 1/2 ഇൻറ്റു ടൈം, 1/2 അല്ലെങ്കിൽ 50% എടുക്കുക. 1/2 ഇൻറ്റു ടൈം സേവ്ഡ്, അയാൾ എത്ര ടൈമാണ് സേവ് ചെയ്തേക്കുന്നത്? 4 ആണ് സേവ് ചെയ്തേക്കുന്നത്. ഇൻറ്റു ടൈം റേറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ചെയ്യുകയാണ്. 60 ഇൻറ്റു 50 എന്ന് പറയുന്നത് 800 ആണ്. പ്ലസ് 1/2 ഇൻറ്റു 200 വരും. അതായത് 80 പ്ലസ് 200/2, അതായത് 80 പ്ലസ് 100 എന്ന് പറയുമ്പോൾ എത്ര വരും? 900 ആണ് അയാളുടെ എന്തെന്ന് പറയുന്നത് ടോട്ടൽ ഏണിങ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഓപ്ഷൻ സി ആണ് വരുന്നത്. എത്രയാണ്? 900 ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. മിസ്റ്റർ എക്സ് ഈസ് ഗെറ്റിംഗ് എ ഫാമിലി പെൻഷൻ ഓഫ് ₹30,000 പെർ ആനം. ദ ടാക്സബിൾ എമൗണ്ട് ഓഫ് ഫാമിലി പെൻഷൻ, അതായത് എക്സ് എന്ന് പറയുന്ന ഒരാൾക്ക് ഫാമിലി പെൻഷൻ ആയിട്ട് 30,000 രൂപ കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾ ഫാമിലി പെൻഷൻ എമൗണ്ട് ആയിട്ട് എത്ര രൂപ ടാക്സബിൾ ആക്കി കൊടുക്കണം? എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് 15,000, ബി പറഞ്ഞിരിക്കുന്നത് നോട്ട് ടാക്സബിൾ, സി പറഞ്ഞിരിക്കുന്നത് 20,000, ഡി പറഞ്ഞിരിക്കുന്നത് എന്താണ്? 30,000 ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഫാമിലി പെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകം ഫ്രം അതർ സോഴ്സിലാണ് ഹെഡ് ചെയ്തേക്കുന്നത്. സെക്ഷൻ 57(2)A ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഡിഡക്ഷൻ എന്ന് പറയുന്നത്, ഡിഡക്ഷൻ ഈസ് ലോവർ, ഇതിനകത്ത് ഏറ്റവും കുറഞ്ഞത് ഏതാണോ അതാണ് ഡിഡക്ഷൻ ആയിട്ട് പോകുന്നത്. ഒന്നി 15,000 ആയിരിക്കണം, അല്ലെങ്കിൽ 1/3 ഓഫ് പെൻഷൻ എമൗണ്ട്. ഇതിൽ ഏറ്റവും ലോവർ ഏതാണോ അത് വേണം എടുക്കുക. അപ്പോൾ അയാൾക്ക് പറഞ്ഞിരിക്കുന്ന എമൗണ്ട് 30,000 ആണ്, 15,000 അല്ല. അപ്പം നമുക്ക് അത് എടുക്കാൻ പറ്റത്തില്ല. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്? 1/3 ഓഫ് പെൻഷൻ എമൗണ്ട്. 1/3 ഓഫ് പെൻഷൻ എമൗണ്ട് എന്ന് പറഞ്ഞാൽ അയാളുടെ പെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്? 30,000. അപ്പൊ 30,000ന്റെ 1/3 എന്ന് പറഞ്ഞാൽ 30,000ന്റെ 1/3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 30/3 എടുക്കും. അപ്പൊ എത്ര വരും നമുക്ക്? 10,000 ആണ് വന്നേക്കുന്നത്. ഇനി എന്ത് ചെയ്യണം? നമുക്ക് ടാക്സബിൾ എമൗണ്ട് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? അയാൾക്ക് എത്ര പെൻഷൻ ആണോ കിട്ടുന്നത് ആ പെൻഷനിൽ നിന്നും നമ്മൾ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ കുറയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എത്രയാണ്? 20,000 ആണ് അയാളുടെ എന്തെന്ന് പറയുന്നത് ടാക്സ് എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പെൻഷൻ്റെ ടാക്സബിൾ വാല്യൂസ് കാണാൻ 2 കണ്ടീഷനാണുള്ളത്. ഒന്നെന്ന് പറയുന്നത് 15,000 രൂപ, അല്ലെങ്കിൽ 1/3 ഓഫ് പെൻഷൻ ആണ്. അപ്പോൾ 1/3 ഓഫ് പെൻഷൻ എന്ന് പറഞ്ഞാൽ അയാളുടെ 1/3 എന്ന് പറഞ്ഞാൽ എത്ര? അയാളുടെ പെൻഷൻ എന്ന് പറഞ്ഞാൽ 30,000 ആണ്. അതിൻ്റെ 1/3 എന്ന് പറഞ്ഞാൽ വരുന്ന വാല്യൂ എത്രയാണ്? 15,000 ആണ്. അപ്പോൾ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത് ഒന്നി എത്ര എടുക്കണം? 15 എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ആ 1/3 ഓഫ് സാലറിയിലെ വിച്ച് എവർ ഈസ് ലോവർ, ഇതിനകത്ത് ലോവർ എന്ന് പറയുന്നത് ഏതാണ്? അയാളുടെ സാലറിയുടെ 1/3 ആണ്. ഇനി നമ്മൾ അതിൻ്റെ ടാക്സബിൾ വാല്യൂസ് കാണാൻ വേണ്ടി എന്ത് ചെയ്യണം? അയാളുടെ ഒറിജിനൽ പെൻഷൻ എത്ര ആണോ അതിൽ നിന്നും നമ്മൾ ഈ 1/3 എമൗണ്ട് എന്ത് ചെയ്യണം? കുറയ്ക്കണം. കുറച്ച് കിട്ടിയ ബാക്കി വരുന്ന 20,000 ആണ് അയാളുടെ എന്തെന്ന് പറയുന്നത് ടാക്സബിൾ വാല്യൂസ് എന്ന് പറയുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? സി ആണ് വരുന്നത്. അടുത്ത നോക്കിയേ. മിസ്റ്റർ സന്തോഷ് റെസിഡൻസ് ഇൻ കാൺപൂർ, അയാൾ താമസിക്കുന്നത് കാൺപൂരിലാണ് താമസിക്കുന്നത്. അയാളുടെ ബേസിക് സാലറി എന്ന് പറയുന്നത് 2 ലക്ഷമാണ്. ഡിയർനെസ് അലവൻസ് 1 ലക്ഷവും HR 1,60,60,000 ആണ്. അയാൾ റെൻ്റായിട്ട് കൊടുത്തിരിക്കുന്നത് 1,80,000 ആണ്. അങ്ങനെയാണെങ്കിൽ HR എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ ഈ HR കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അതിന് കുറച്ച് എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. HRയുടെ എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. ഒന്ന്, ആക്ച്വൽ HR റിസീവ്ഡ്, അയാൾ മൊത്തം എത്ര HR റിസീവ് ചെയ്തിട്ടുണ്ട്. അയാളുടെ ആക്ച്വൽ HR എന്ന് പറയുന്നത് എത്രയാണ്? 1,60,60,000 ആണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് റെന്റിന്റെ 10% എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. അത് റെന്റ് മൈനസ് 10% ഓഫ് സാലറി. റെന്റ് എത്ര ആണോ അതിൽ നിന്ന് സാലറിയുടെ 10% കുറയ്ക്കണം. അപ്പോൾ സാലറിയുടെ 10% കുറയ്ക്കണമെന്നുണ്ടെങ്കിൽ സാലറി എന്ന് പറയുന്ന ഏതൊക്കെ കൂട്ടുമ്പോഴാണ് സാലറി കിട്ടുന്നതെന്ന് നോക്കുക. അപ്പോൾ രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റെന്റ് മൈനസ് 10% ഓഫ് സാലറി. മൂന്നാമത്തെ കണ്ടീഷൻ 40% ഓഫ് സാലറി. സാലറിയുടെ 40%. ഈ 40% എന്ന് പറഞ്ഞാൽ നോൺ മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ സാലറിയുടെ 40%വും മെട്രോപൊളിറ്റൻ സിറ്റിയിലാണ് താമസിക്കുന്നതെങ്കിൽ സാലറിയുടെ 50%ഉം എന്ത് ചെയ്യണം? സാലറിയിൽ നിന്ന് നമ്മൾ കണ്ടുപിടിക്കണം.
അതായത് ഡൽഹി, പിന്നെ അതുപോലെ നമ്മുടെ ചെന്നൈ, മുംബൈ അങ്ങനെയൊക്കെയുള്ള സിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അത് മെട്രോപൊളിറ്റൻ സിറ്റി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50% എടുക്കുക. നോൺ മെട്രോപൊളിറ്റൻ സിറ്റിയാണ്, അയാൾ താമസിക്കുന്ന കാൺപൂരാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് മെട്രോപൊളിറ്റൻ സിറ്റിക്കകത്ത് വരുന്നതല്ല, നോൺ മെട്രോപൊളിറ്റൻ സിറ്റിക്കകത്ത് വരുന്ന ആയതുകൊണ്ട് എന്തെടുക്കണം, 40% എടുക്കാം. അപ്പോൾ ഈ തന്നിട്ടുള്ള ഇതിൽ എക്സംഷനിൽ നിന്നും വിച്ച് എവർ ഈസ് ലോവർ, ഇതിനകത്ത് ഏതാണോ ലോവറായിട്ട് വരുന്നത് അതാണ് അവിടുത്തെ എക്സംഷൻ ലിമിറ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇനി സാലറി കണ്ടുപിടിക്കണം. അയാളുടെ സാലറി എന്ന് പറയുന്നത് ഏതൊക്കെ തമ്മിൽ കൂട്ടുന്നതാണ്, ബേസിക് പേ, ബേസിക് സാലറീസും ഡിയർനെസ് അലവൻസും കൂടെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് അയാളുടെ എന്തെന്ന് പറയുന്നത് സാലറി എന്ന് പറയുന്നത്. ബേസിക് സാലറി എന്ന് പറയുന്നത് 2 ലക്ഷവും ഡിയർനെസ് അലവൻസ് എന്ന് പറയുന്നത് എന്താണ്, 1 ലക്ഷം രൂപയാണ് വരുന്നത്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടുമ്പോൾ അയാളുടെ മൊത്തം സാലറി എത്രയാണ്, 3 ലക്ഷമാണ് വരുന്നത്. അപ്പോൾ ആക്ച്വൽ നമ്മൾ കണ്ടുപിടിച്ചു. ആക്ച്വൽ HRA എന്ന് പറയുന്നത് ഓൾറെഡി എന്ന് പറയുന്നത് എത്രയാണ്, 1,60,000 ആണ്. ഇനി റെന്റിൽ നിന്നും എന്ത് മൈനസ് ചെയ്യണം, 10% ഓഫ് സാലറി. ആ 10% സാലറി മൈനസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാലറി എത്രയാണ് അറിയണം. അതാണ് ബേസിക് പേയും ഡിയർനെസ് അലവൻസോടെ കൂട്ടിയത്. മെട്രോപൊളിറ്റൻ സിറ്റി ആണെങ്കിൽ 50%, നോൺ മെട്രോപൊളിറ്റൻ സിറ്റി ആണെങ്കിൽ 40% വേണം എടുക്കാൻ. അപ്പം ആ 30 നമുക്ക് കിട്ടിയ 3 ലക്ഷം ഉണ്ട്, അതിന് 10% നമ്മൾ കുറച്ചപ്പോൾ നമുക്ക് 1,50,000 കിട്ടി. അയാൾ താമസിക്കുന്നത് നോൺ മെട്രോപൊളിറ്റൻ സിറ്റി ആയതുകൊണ്ട് ആ പിന്നെ എത്രയാണ്, 3 ലക്ഷത്തിൻ്റെ 40% എന്ന് പറയുന്നത് 1,20,000. ഈ 3 എണ്ണത്തിൽ നിന്നും ഏതാ ഏറ്റവും കുറവെന്ന് ചോദിച്ചാൽ ഏതാണ്, അയാളുടെ 40% ആണ് കുറവ്. അത് ഏതിൽ നിന്ന് കുറയ്ക്കണം, ആക്ച്വൽ HRAയിൽ നിന്ന് കുറച്ച് കിട്ടുന്ന ബാക്കി വരുന്ന ആ 40,000 അയാളുടെ എന്തെന്ന് പറയുന്നത് HRA അലവൻസ് എന്ന് പറയുന്നത്. അതേതാണ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരുന്നത്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. അക്കോർഡിംഗ് ടു വോൾട്ടേഴ്സ് മോഡൽ എ ഫേം ഷുഡ് പേ 100% ഓഫ് ഡിവിഡൻഡ്. വോൾട്ടേഴ്സ് മോഡൽ പ്രകാരം ഒരു ഫേം 100% ഓഫ് ഡിവിഡൻഡ് കൊടുക്കുന്നത് എപ്പോഴാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഈ വോൾട്ടേഴ്സ് മോഡലിനകത്ത് ഏതൊക്കെ തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ നോക്കുന്നത്, ഇന്റേണൽ റേറ്റ് ഓഫ് റിട്ടേണും ആറും അതിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലും കെയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ അസസ് ചെയ്യുന്നത്. ജെയിംസ് സി വോൾട്ട് ആണ് ഈ ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. അതിൽ ഈ ആർ എന്ന് പറയുന്നത് ഇന്റേണൽ റേറ്റും കെ എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റലുമാണ്. അത് എന്താണ്, ഗ്രേറ്റർ ദാൻ ആണ് വരുന്നതെങ്കിൽ ഫേം എന്താണ്, ഗോയിങ് ഫേം ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100% ഡിവിഡൻഡ് മാത്രം 0% ഡിവിഡൻഡ് കൊടുത്തേച്ചാൽ മതി. ഇനി ആർ ഈസ് ഈക്വൽ ടു കെ ആണ്, നോർമൽ ഫേം ആണെന്നുണ്ടെങ്കിൽ അവിടെ എന്തില്ല, അതിന് പ്രത്യേകിച്ച് ഇമ്പാക്റ്റ് ഒന്നും കാണിക്കുന്നില്ല. ഇനിയും ആർ ലെസ് ദാൻ ആണ് കാണിക്കുന്നത്, ആർ ലെസ് ദാൻ കെ ആണെങ്കിൽ ഫേം ഡിക്ലൈനിലോട്ട് പോയി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100% അവിടെ എന്ത് ചെയ്യണം, ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യണം. അപ്പൊ ആറിന്റെ കേസ് എന്താ പറഞ്ഞിരിക്കുന്നത്, ആറ് ഗ്രേറ്റർ ദാൻ ആണ് വരുന്നതെങ്കിൽ അവിടെ നിന്ന് പറയുന്നത് 0 പേയ്മെന്റ് ആണ് വരുന്നത്. ദെൻ ആർ ഈസ് ഈക്വൽ ടു കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രത്യേകിച്ച് കോൺസെപ്റ്റുകളൊന്നും വരുന്നില്ല. ദെൻ ആർ ലെസ് ദാൻ കെ ആണെന്നുണ്ടെങ്കിൽ എന്താണ്, 100% നമ്മൾ അവിടെ എന്ത് ചെയ്യണം, ഡിവിഡൻഡ് പേ ഔട്ട് ചെയ്യണം. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി, ആർ ലെസ് ദാൻ കെ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇനി അടുത്ത് നോക്കിയേ, സെയിൽസിൻ്റെ വാല്യൂ 1 lakh തന്നിട്ടുണ്ട്, വേരിയബിൾ കോസ്റ്റ് 40,000, ഫിക്സഡ് കോസ്റ്റ് 20,000, ക്യാപിറ്റൽ 4 lakh. PV റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് എന്താണ് ഈ PV റേഷ്യോ, അതായത് പ്രോഫിറ്റ് PV റേഷ്യോ എന്ന് പറഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ എന്താണ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ആണ്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ തന്നിട്ടുണ്ടെന്ന് നോക്കണം, സെയിൽസും തന്നിട്ടുണ്ട്. അപ്പോൾ PV റേഷ്യോ കാണുന്നത് എങ്ങനെയാണ്, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. ഇതിൽ നമ്മോട് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത് എന്താണ്, PV റേഷ്യോ ആണ്. ഇതിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്, കോൺട്രിബ്യൂഷൻസ് തന്നിട്ടില്ല, പകരം സെയിൽസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്തോ ഇനി കണ്ടുപിടിക്കണം, കോൺട്രിബ്യൂഷൻസ് കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻസ് കാണാൻ എന്ത് ചെയ്യണം, സെയിൽസിൽ നിന്ന് എന്ത് കുറച്ചാൽ മതി, വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ മതി. സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്, 1 ലക്ഷമാണ് വരുന്നത്. ഒരു ലക്ഷത്തിൽ നിന്നും 40,000 രൂപ നമ്മൾ കുറച്ചെടുക്കുക. അപ്പം നമുക്ക് 60 കിട്ടും. അതിൽ നിന്ന് ആ 60 ആണ് നമ്മൾ ഇനി എന്ത് ചെയ്യുന്നത്, PV റേഷ്യോസ് കാണുന്നത്. അപ്പം 60 കിട്ടി. ഇനി PV റേഷ്യോ കാണുന്നത് എങ്ങനെയാണ്, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്, 60,000 രൂപയാണ്, ഡിവൈഡഡ് ബൈ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്, 1 ലക്ഷമാണ്.
ഇൻറ്റു 100. അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പി വി റേഷ്യോ. പി വി റേഷ്യോയുടെ ഇക്വേഷൻ ആണ് കോൺട്രിബ്യൂഷൻ ബൈ സെയിൽസ് ഇൻറ്റു 100 ആണ്. അതിലെ കോൺട്രിബ്യൂഷൻ കാണുന്ന എങ്ങനെയാണ്, സെയിൽസിൽ നിന്ന് ഏത് കുറയ്ക്കണം, വേരിയബിൾ കോസ്റ്റ് കുറയ്ക്കുക. നമുക്ക് ഫിക്സഡ് കോസ്റ്റ് ഒക്കെ വെറുതെ തന്നേക്കോ, അതൊന്നും എടുക്കേണ്ട കാര്യമില്ല. ദെൻ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൻസർ എന്ന് പറഞ്ഞാൽ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും നമുക്ക് വരുന്നത്, 60% ആയിരിക്കും വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്, സി ആണ് കറക്റ്റ് ആയിട്ട് വരുന്നത് ആൻസർ. എത്ര, 60%. അടുത്ത് നോക്കിയേ, ദ റൂൾ ഓഫ് തമ്പ് ഫോർ കറണ്ട് അസറ്റ്. കറണ്ട് അസറ്റിൻ്റെ റൂൾ എന്താണ്, അതിൻ്റെ റേഷ്യോ എന്താണ്? അപ്പോൾ കറണ്ട് അസറ്റ് അല്ല, കറണ്ട് റേഷ്യോ. കറണ്ട് റേഷ്യോൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ്. അത് നമുക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ റൂൾ ഓഫ് തമ്പ് റേഷ്യോ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, 2:1 ആയിരിക്കും വരുന്നത്. ഇനിയും ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോ എന്നൊക്കെ പറയും. ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോസ് എന്ന് പറയും. അത് കാണുന്നതെന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ് മൈനസ് സ്റ്റോക്ക് പ്ലസ് പ്രീപെയ്ഡ് എക്സ്പെൻസ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി ആണ്. അതിൻ്റെ സ്റ്റാൻഡേർഡ് റേഷ്യോ എന്ന് പറയുന്നത് എന്താണ്, 1:1 ആണ് വരുന്നത്. ക്യുക്ക് റേഷ്യോ അല്ലെങ്കിൽ ആസിഡ് ടെസ്റ്റ് റേഷ്യോയുടെ സ്റ്റാൻഡേർഡ് റേഷ്യോ അല്ലെങ്കിൽ റൂൾ ഓഫ് തമ്പ് റേഷ്യോ എന്ന് പറയുന്നത് 1:1ഉം കറണ്ട് റേഷ്യോ അതായത് കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലൈബിലിറ്റി എന്ന് പറയുന്നതിൻ്റെ റേഷ്യോ എന്ന് പറയുന്നത് ഏതാണ്, 2:1 ആണ് വരുന്നത്. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്, ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത് നോക്കിയേ, 69ാമത്തെ ക്വസ്റ്റ്യന്, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയ്ക്കകത്ത് ഇക്വിറ്റി എന്ന് പറയുന്നത് എന്താണെന്നാണ് ക്വസ്റ്റ്യന്. അപ്പോൾ എന്താണ് ഈ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോയ്ക്കകത്ത് ഇക്വിറ്റി എന്ന് പറയുന്നത് ഷെയർ ക്യാപിറ്റലും റീറ്റേൺ ഏർണിങ്സ് അല്ലെങ്കിൽ റിസർവും തമ്മിലുള്ളതാണ് എന്തെന്ന് പറയുന്നത്, ഡെപ്റ്റ് ഇക്വിറ്റിക്കകത്ത് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ അതിനകത്ത് ഇക്വിറ്റി ഷെയർസും വരും, അതിൽ പ്രിഫറൻസ് ഷെയർസും വരും. അപ്പോൾ ഇക്വിറ്റി ഷെയർസും പ്രിഫറൻസ് ഷെയർസും അതിൻ്റെ കൂടെ റീറ്റേൺ ഏർണിങ്സും അല്ലെങ്കിൽ റിസർവും കൂടെ കൂടി ചേരുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ, ഇക്വിറ്റി ഷെയർസ് കാണും, പ്രിഫറൻസ് ഷെയർസ് കാണും, റീറ്റേൺ ഏർണിങ്സ് കാണും, റിസർവ് കാണും. അപ്പോൾ ഏതാണ് വരുന്നത്, ഓപ്ഷൻ ഡി ആണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, ഇക്വിറ്റി ക്യാപിറ്റൽ പ്ലസ് ഓൾ റിസർവ് അല്ലെങ്കിൽ ഓൾ റീറ്റെയിനിങ്സ്. അതാണ് ഡെപ്റ്റ് ഇക്വിറ്റിക്കകത്ത് ഏതെന്ന് പറയുന്നത് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. അടുത്ത ദിവസം നോക്കി, 70ാമത്തെ ക്വസ്റ്റ്യന്, എ മെറ്റീരിയൽ ലോസ് ഡ്യൂറിങ് പ്രൊഡക്ഷൻ ഓർ ഷോർട്ട് ഓർ സ്റ്റോറേജ് ഡ്യൂ ടു ഇവാപ്രേഷൻ ഓർ ശ്രിങ്കേജ്. അതായത് നമ്മളൊരു മെറ്റീരിയൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ മെറ്റീരിയൽ സ്റ്റോർ ചെയ്യുന്ന സമയത്തോ ഇവാപ്രേറ്റ് വഴിയോ അല്ലെങ്കിൽ നീരാവിയായി പോവുകയോ അല്ലെങ്കിൽ ശ്രിങ്കേജ് ചുരുങ്ങി പോവുകയോ ചെയ്യുന്ന ആ മെറ്റീരിയൽ ലോസിന് പറയുന്ന പേരെന്താണെന്ന്. ഓപ്ഷൻ എ സ്ക്രാപ്പ്, ഓപ്ഷൻ ബി വേസ്റ്റ്, ഓപ്ഷൻ സി സ്പോയിലേജ് ആൻഡ് ഓപ്ഷൻ ഡി മെറ്റീരിയൽ ലോസ്. അപ്പോൾ എന്താണ് ഈ സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ, സ്ക്രാപ്പ് എന്ന് പറഞ്ഞാൽ റെസിഡുവൽ മെറ്റീരിയൽ ലെഫ്റ്റ് ഓവർ ഫ്രം പ്രൊഡക്ഷൻ പ്രോസസ്സ് ദാറ്റ് ക്യാൻ ബി സം റിക്കവറബിൾ വാല്യൂസ്. അതായത് നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് എന്താണ് മെറ്റീരിയൽസിൽ നിന്ന് ലെഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു കോൺസെപ്റ്റാണ് സ്ക്രാപ്പ് എന്ന് പറയും. ഇതിന് എന്തോ ഉണ്ട്, റിക്കവറബിൾ വാല്യൂസ് ഉണ്ട്. ഇത് നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ എന്തെങ്കിലും കട്ട് ചെയ്യുന്ന സമയത്തോ ട്രിമ്മിങ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോഡക്ട്സുകൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ബൈ പ്രോഡക്ട്സ് ആയിട്ടൊക്കെ വരുന്നതാണ് ഏതെന്ന് പറയുന്നത് ഈ സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇതിനെ നമുക്കൊരു ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് വിൽക്കാൻ പറ്റത്തില്ല, ബട്ട് ക്യാൻ ബി സോൾഡ് ഓർ റീയൂസ്ഡ്. ആ ഒരു ബാക്കി വന്ന ഭാഗം നമുക്ക് അതായിട്ട് വിൽക്കാം, ഫൈനൽ പ്രോഡക്റ്റ് ആയിട്ട് പറ്റത്തില്ല, അല്ലാതൊരു ഭാഗമായിട്ടോ അല്ലെങ്കിൽ റീയൂസ് ചെയ്യാൻ പറ്റുന്നതാണ് എന്തെന്ന് പറയുന്നത് സ്ക്രാപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഫർണിച്ചർ ഉണ്ടാകുന്ന സമയത്ത് ബാക്കി വന്ന തടി നമുക്ക് വിറകായിട്ട് വിൽക്കാൻ പറ്റും. അതുപോലെ പേപ്പർ നമ്മുടെ പ്രിന്റിങ്ങിൽ പ്രസ്സിൽ വരുന്ന പേപ്പർ കട്ട് ചെയ്യുന്ന ബാക്കി പേപ്പേഴ്സ്, ഇതൊക്കെ നമുക്ക് എന്താണ്, സ്ക്രാപ്പാണ്. എന്തായിരിക്കും, റിക്കവറബിൾ വാല്യൂസ് കൂടുതലായിരിക്കും. ദെൻ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ആ ഗുഡ്സ് ചുരുങ്ങി പോവുകയോ അല്ലെങ്കിൽ ഇവാപ്രേറ്റ് ചെയ്ത് പോകുന്നത് ഒക്കെ ആയിട്ട് വരുന്നതാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഒരിക്കലും അതിൻ്റെ വാല്യൂസ് നമുക്ക് റിക്കവർ ചെയ്ത് എടുക്കാൻ പറ്റത്തില്ല. സ്പോയിലേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യാണ്, ആ പ്രോഡക്ട്സിന് ഡാമേജ് വരികയോ അല്ലെങ്കിൽ ഇത് സ്പോയിലായി പോവുകയോ അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയി പോകുന്നതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് സ്പോയിലേജ് എന്ന് പറയുന്നത്. അപ്പം എന്താണ്, നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്തോ സ്റ്റോർ ചെയ്യുന്ന സമയത്തോ ഗുഡ്സ് എന്ത് ചെയ്യുക, ചുരുങ്ങി പോവുക, ഇവാപ്രേറ്റ് ചെയ്ത് പോവുകയോ ഒക്കെ ചെയ്ത് പോയാൽ അതിന് നമുക്ക് വീണ്ടും റിക്കവർ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അതിന് നമ്മൾ പറയുന്ന പേരെന്താണ്, വേസ്റ്റ് എന്നാണ് പറയുന്നത്. അപ്പം കറക്റ്റ് ആൻസർ ഏതാണ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്.
ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, വിച്ച് ഓപ്ഷൻ ഈസ് യൂസ്ഡ് ടു എക്സിറ്റ് ടാലി എന്ന് പറയുന്ന ആ ഒരു പേജിൽ നിന്നും, നമ്മൾ ഹോം സ്ക്രീൻ ഉണ്ടല്ലോ ടാലിയുടെ ഗേറ്റ് വേ ഓഫ് ടാലി, അതിൽ നിന്ന് നമുക്ക് എക്സിറ്റ് ആവണം. അങ്ങനെ എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ, മീൻസ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് കീ ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. എക്സിറ്റ്, ക്ലോസ്, ക്വിറ്റ്, ഷട്ട് കമ്പനി. നമ്മൾ എപ്പോഴും ചെയ്യുന്ന എന്താണ്, നമ്മൾ മൈനസ് ബാർ അത് യൂസ് ചെയ്യല്ല, മിനിമൈസും അല്ല നമ്മൾ യൂസ് ചെയ്യാതെ, ക്ലോസ് ബാർ അല്ല യൂസ് ചെയ്യുന്നത്, മിനിമൈസ് ബട്ടൺ അത് മിനിമൈസ് ആയി പോതേ ഉള്ളൂ. ക്ലോസിൻ്റെ ഇൻഡ്യൂഷനും അല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, പകരം അത് നമ്മൾ ക്വിറ്റ് മീൻസ് എക്സിറ്റ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഏത് ഓപ്ഷനാണ് യൂസ് ചെയ്യുന്നത്, ക്വിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻസ് യൂസ് ചെയ്തിട്ടാണ് ടാലിയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്വിറ്റ് ചെയ്യുന്നത്. ഇനി ടാലിക്കകത്ത് ഏത് റിപ്പോർട്ടാണ് ഇൻവെൻട്രിയുടെ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ട് തരുന്ന ഡീറ്റെയിൽസ് തരുന്ന റിപ്പോർട്ട്സുകൾ ടാലിക്കകത്ത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടാലിക്കകത്തെ ഗുഡ്സ് ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്കാണ്. സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ്, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ്, അതിൻ്റെ ക്ലോസിംഗ് ബാലൻസ്, അതിൻ്റെ ഇൻവേർഡ് ഔട്ട്വേർഡ്, ഗുഡ്സിൻ്റെ ഇൻവേർഡും ഔട്ട്വേർഡും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് തരുന്നതെന്ന് പറയുന്നത് എന്താണ്, സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട്സ് ആണ്. സ്റ്റോക്കിൻ്റെ, അതായത് ആ ഗുഡ്സ്, ആ കമ്പനിയിലുള്ള സ്റ്റോക്കിൻ്റെ സമ്മറി, എത്ര ഗുഡ്സ് വിറ്റു, എത്ര അളവിൽ വിറ്റു, ഇനി എത്ര എണ്ണമാണ് വിൽക്കാൻ, അതിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എന്താണ്, ക്ലോസിംഗ് ബാലൻസ് എന്തൊക്കെയാണെന്നുള്ളത് തരുന്നത് എന്താണ്, സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ട്സ് ആണ്. അപ്പം കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഏതായിരിക്കും വരുന്നത്, ഓപ്ഷൻ സി ആണ് വരുന്നത്. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത കമ്പനി ബോർഡ് കോർപ്പറേഷനിലേക്കുള്ള അസിസ്റ്റൻറ്റ്, പിന്നെ മാനേജർ, അതുപോലെ അക്കൗണ്ട്സ് ക്ലർക്ക്, ജൂനിയർ അക്കൗണ്ടൻസ് തുടങ്ങിയ പോസ്റ്റിലേക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും ഇഫക്റ്റീവായി എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.